സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ ഹെൻറിച്ച് ക്ലാസിൻ്റെ ക്യാച്ച് ശശാങ്ക് താഴെയിട്ടതും വലിയൊരു ക്ഷീണമായി മാറിയിരുന്നു പഞ്ചാബിന്. ആ കളിയിൽ 69 റൺസ് നേടിയാണ് ക്ലാസൻ പിന്നീട് ക്രീസ് വിട്ടത്. ശശാങ്കിൻ്റെ ഫീൽഡിങ്ങിലെ ദയനീയ പ്രകടനം ശരിക്കും അവരെ ആശങ്കയിലാക്കിയ ഒരുപാട് സമയങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. ചില ക്യാച്ചുകളാണെങ്കിൽ അദ്ദേഹം ശ്രമിക്കുക പോലും ചെയ്യാതെ വിടുകയും ബൗണ്ടറി കടക്കുന്നത് നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചയും ഉണ്ടായിരുന്നു. ലക്നൌവിനെതിരായ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിൻ്റെ ഈ ശശാങ്ക് സിംഗ് 3 ക്യാച്ചുകൾ കൈവിട്ടത് ആ സമയത്ത് തന്നെ വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് ചില നാടകീയ സംഭവങ്ങളും അന്ന് ഗ്രൗണ്ടിൽ അരങ്ങേറിയിരുന്നു. 3 പിഴവുകൾ വരുത്തിയ ശശാങ്ക് സിംഗ് എയ്ഡൻ മാർക്കമിൻ്റെ ഒരു ക്യാച്ച് വിട്ടത് വലിയ ചർച്ചകൾക്കും കാരണമായിരുന്നു. അർഷദീപിൻ്റെ പന്തിലെ മാർക്കമിൻ്റെ ഷോട്ട് ബൗണ്ടറി ലൈനിൽ അനായാസമായി അദ്ദേഹത്തിന് കൈക്കലാക്കാമായിരുന്നു. എന്നാൽ ശശാങ്ക് ഈ ക്യാച്ചിന് പോലും ശ്രമിക്കുന്നില്ല. പന്ത് ശശാങ്കിൻ്റെ മുന്നിലൂടെ മെല്ലെ സിക്സറിലേക്ക് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ആ സമയത്ത് കണ്ടത്. ആ സമയത്ത് തന്നെ ശശാങ്ക് സിംഗിനോട് അർഷദീപ് കൈകൾ ഉയർത്തി താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും പറയാനാവാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ശശാങ്ക് ഉണ്ടായിരുന്നത്. ഡഗ്ഔട്ടിലിരുന്ന പരിശീലകൻ റിക്കി പോണ്ടിംഗ് പോലും ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതും അപ്പോൾ ക്യാമറയിൽ കാണാമായിരുന്നു. അപ്പോൾ അത്രയും ക്യാച്ച് ഡ്രോപ്പുകൾ നിറഞ്ഞ അല്ലെങ്കിൽ അത്രയും മോശം ഫീൽഡിംഗ് ആയിരുന്നു പഞ്ചാബ് കിങ്സിൻ്റേത്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബൗളർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനോ ഗെയിം പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താനോ അയ്യർ എന്ന ക്യാപ്റ്റൻ തയ്യാറാകാത്തതും പഞ്ചാബിൻ്റെ വലിയ വീഴ്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയും നിറഞ്ഞു നിൽക്കുമ്പോൾ പഞ്ചാബ് കിങ്സ് നമുക്കറിയാം ആദ്യ 7 മത്സരങ്ങളിൽ പരാജയം അറിയാതെ കുതിച്ച പഞ്ചാബ് കിങ്സ് ഇപ്പോൾ ഈ ടൂർണമെന്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ ചോക്കേസ് എന്ന പേര് അവർക്ക് മാത്രമാണ് ഈ IPL വിളിപ്പേരായിട്ടുള്ളത്.